ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൈറ്റ്സ് ഓഫ് ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. ചോദ്യം 1. സാമൂലിന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര്? ഉത്തരം നാഥാൻ. 2. സമാധാന ബലിയിൽ വിശിഷ്ടമായ ഡേഷ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരം കൊഴുപ്പെന്ന പോലെ. 3. അവൻ കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ ഡേഷുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോട് പോലെ എന്ന പോലെ ഡേഷുമായും കളിയാടി. ഉത്തരം സിംഹം. ആദ്യം സിംഹവും പിന്നീട് കരടിയും. 4. ദാവീദ് ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തതെങ്ങനെ? ഉത്തരം കവിണയിൽ കല്ല് ചേർത്ത്. 5. ഗോലിയാത്തിനെ കൊണ്ട് ജനത്തിൻ്റെ അപമാനം നീക്കിയതാര്? ഉത്തരം ദാവീദ്. 6. ജനം ദാവീദിനെ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചതെങ്ങനെ? ഉത്തരം 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ടാണ്. 7. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ഫിലിസ്ത്യർ. 8. ദാവീദ് എങ്ങനെയാണ് സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്യുന്നത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ. 9. ബലിപീഠത്തിന് മുന്നിൽ മധുരമായ ഗാനം ആലപിക്കാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. ആര്? ഉത്തരം ദാവീദ്. ചോദ്യം 10. ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം സ്തുതി ഗീതങ്ങളാൽ എന്നാണ്. 11. ദാവീദിൻ്റെ പിൻഗാമി ആര്? ഉത്തരം സോളമൻ. 12. കർത്താവിൻ്റെ നാമത്തിൽ ആലയം സൃഷ്ടിച്ചത് ആര്? ഉത്തരം സോളമൻ. 13. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ ഡേഷ് ഈയം പോലെ ഡേഷ് നീ ശേഖരിച്ചു. ഉത്തരം സ്വർണവും വെള്ളിയും. 14. സോളമൻ്റെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം റഹോബോവാം. 15. ജെറോബോവാമിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം നബാത്ത്.